ഹായ് ഫ്രണ്ട്സ്, സാപ്പിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. OTT അപ്ഡേറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മാർച്ച് മാസം 6-ാം തീയതിയാണ്. ഇന്ന് OTT റിലീസ് ചെയ്തതും മാർച്ച് മാസം 7-ാം തീയതി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ള സിനിമകളും സീരീസുകളും ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം. നമുക്ക് ഒന്നാമത്തെ സിനിമ എന്നുള്ളത് നമ്മുടെ ആസിഫ് അലി, അനശ്വര ജയൻ എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഡ്രാമ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു രേഖാചിത്ര എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ ഒരു മികച്ച വിജയം കരസ്ഥമാക്കിയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. ഈ വർഷത്തെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ മൂവി കൂടിയാണ് രേഖാചിത്ര എന്ന് പറഞ്ഞ സിനിമ. സോണി ലീവ് ആയിരുന്നു ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. സോണി ലീവിൽ 7-ാം തീയതി നാളെ റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റ് ആയിരുന്നു പുറത്തു വന്നിരുന്നെങ്കിലും ഒരു ദിവസം മുമ്പ് തന്നെ സോണി ലീവ് സാധാരണ റിലീസ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു ദിവസം മുമ്പേ ഈ സിനിമ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. പാൻ ഇന്ത്യൻ ഭാഷകളിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അടുത്തൊരു മലയാള സിനിമയാണ് ദ സീക്രട്ട് ഓഫ് വുമൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയുടെ സ്ട്രീമിംഗ് സൂൺ പോസ്റ്ററൊക്കെ സൺനെക്സ്റ്റിൻ്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരുന്നു. എന്തായാലും ഈ ഒരു സിനിമ അജു വർഗീസ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമ മാർച്ച് മാസം 7-ാം തീയതി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോം വഴി റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത മണികണ്ഠൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത കുടുംബസ്ഥൻ എന്ന് പറയുന്ന സിനിമയാണ്. ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഈ ഒരു സിനിമ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് C5 ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത നാഗചൈതന്യ, സായി പല്ലവി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു തണ്ടൽ എന്ന് പറഞ്ഞ സിനിമ. ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ്. കൃതി ഷെട്ടിക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത മനമേ എന്ന് പറഞ്ഞ സിനിമയാണ്. കഴിഞ്ഞ വർഷം തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് മാർച്ച് മാസം 7-ാം തീയതി ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു ഡയറക്റ്റ് OTT മൂവിയാണ്. നടാനിയ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹിന്ദി ഭാഷയിൽ റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്. പിക്ചർ ദിസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഈ ഒരു ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് 2020 റിലീസ് ചെയ്ത സിനിമയാണ് ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമ. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ് ബ്യൂട്ടി ഇൻ ബ്ലാക്ക് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സീരീസിൻ്റെ പാർട്ട് 1, പാർട്ട് 2 ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഇംഗ്ലീഷ് മൂവിയാണ്. 2024 റിലീസ് ചെയ്ത ഡൊമിനിക് എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ആമസോൺ പ്രൈം, VR, OTT പ്ലാറ്റ്ഫോം, ബുക്ക് മൈ ഷോസ് എന്നീ OTT പ്ലാറ്റ്ഫോമിലായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി അവൈലബിൾ ആണ്. അടുത്തത് ഒരു തമിഴ് ത്രില്ലർ മൂവിയാണ്. ഫൈൻഡർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സിനിമ തമിഴ് ഭാഷയിൽ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു തെലുങ്ക് കോമഡി ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ബാപ്പു എ ഫാദേഴ്സ് സ്റ്റോറി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷയിൽ ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത ഒരു സിനിമ എന്നുള്ളത് നമ്മുടെ മമ്മൂക്കയുടെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന സിനിമയാണ്. ഈ സിനിമ ഇന്ന് റിലീസ് ചെയ്യാനുള്ള പലരും കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട് ഇന്ന് വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ചിലപ്പോൾ ഈ സിനിമയുടെ ഒരു സർപ്രൈസ് റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സിനിമ എന്തായാലും സർപ്രൈസ് റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ നിങ്ങൾ കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.